ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല വെഡ്ഡിങ് സാരിയുടെ ബ്ലൗസാണ്. വെഡ്ഡിങ് സാരിയുടെ ബ്ലൗസിൻ്റെ ബാക്ക് കഴുത്ത്, ഫ്രണ്ട് കഴുത്ത്, കൈ ഇത്രയും ഇതാണ് വർക്ക് ചെയ്യണേ. അത് ആരി വർക്കും സാധാരണ സൂചി നൂലും വെച്ചിട്ടും വർക്ക് ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക് ഇഷ്ടമായി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് 13 നമ്പർ ഇതെടുത്തേക്കണേ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിലൊക്കെ നമുക്കറിയാം ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ പറയുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ടൈപ്പ് മുത്തുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കണേ. ഈ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഈ റൈസ് ബീഡ്സ് ഉണ്ട്, പിന്നെ ട്യൂബ് ബീഡ്സ് ഉണ്ട്, പിന്നെ ഈ കുഞ്ഞ് ബീഡ്സ് ഉണ്ട്. ഇത്രയും ബീഡ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യണേ. ആദ്യം 2 ലെയർ ആരി വർക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം റൈസ് ബീഡ്സ് ചെയ്തു. അതിന് ശേഷം ഒരു ഗോൾഡൻ ബീഡ്സ് ചെയ്തു. അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ചെയ്യണേ. നമ്മൾ ഇത് ഈ കളറുള്ള ഒരു ബീഡ്സ് പിടിപ്പിച്ചു. അതിന് ചുറ്റും നമുക്കൊരു 11 ബീഡ്സ് നമുക്ക് ചെറുത് പിടിപ്പിക്കാം, കുഞ്ഞു ബീഡ്സ്. ഇതേപോലെ ഒരു ഫ്ലവറായി എല്ലാം. എന്നിട്ട് അതിൻ്റെ അടിയിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ ഇവിടുന്ന് ഒരു 2 ബീഡ്സ് വെച്ചിട്ട് നമുക്കൊന്ന് കോർത്ത് കൊടുക്കാം. അത് ഇപ്പോൾ ഓരോന്ന് ചെയ്യണമെങ്കിൽ ഓരോന്ന് ചെയ്യാം കേട്ടോ. അത് ഞാൻ ആരി വർക്കാണ് ചെയ്യണത്. ഇതൊന്നും ആരി വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമുക്ക് സാധാരണ സൂചി നൂലും വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്കിത് ഞാനിത് ഫുള്ള് നമുക്കിത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ വർക്കുകൾ ഇതേ കാണിക്കാം. അതിന് ശേഷം നമുക്കിത് ഇതേപോലത്തെ ഒരു സ്റ്റോൺ ഞാൻ ഇതിൻ്റെ അകത്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെ അടിയിൽ നിന്ന് തുന്നി കൊടുക്കുകയാണ്. എല്ലാം നമ്മൾ പരമാവധി തുന്നി കൊടുത്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. കാരണം ഇതിങ്ങനെ ഒരു സാധനം ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ തുന്നുന്നു. അതിന് ശേഷം നമുക്കതൊന്ന് ഇത്തിരി കൂടെ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ചുറ്റും ഒരു ബീഡ്സ് വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഒരു 11 ബീഡ്സ് കോർക്കാം.
ഇതേപോലെയാണ്. എന്നിട്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ കുഞ്ഞ് കട്ട് ബീഡ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ വർക്ക് എങ്ങനെയാണ് ഫുള്ള് ചെയ്തേക്കണമെന്ന് കാണിച്ചു തരാം. ഇത് ബാക്ക് നെക്കാണ്. ആ കൈയുടെ ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് ഞാൻ പിന്നീട് ഒരു വർക്ക് ഈ ട്യൂബ് ബീഡ്സ് ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ട്യൂബ് ബീഡ്സും കുഞ്ഞു ബീഡ്സും വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൈ ഫുള്ള് വരുന്നത്. അതിൻ്റെ കഴുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് കഴുത്താണിത്. അടിപൊളി വർക്കാട്ടോ. ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ മാത്രം മതി. ഇതേപോലെ. പിന്നെ അതിൻ്റെ ഫ്രണ്ട് കഴുത്ത് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്